ഈ ഇലക്ട്രിസിറ്റി ബില്ലൊന്നും ഒരിക്കലും താഴോട്ട് പോകാൻ ഇത് മേലോട്ട് മാത്രമേ ഇങ്ങനെ പോകാം. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഗവൺമെൻറ് മുതലാളിയും ബാക്കി ഇതിൻ്റെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ളവർ തൊഴിലാളിയും അല്ലെങ്കിൽ വെറും കൺസ്യൂമറും ആയി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പൊതുജനം തന്നെ ഇത് പ്രൈവറ്റൈസ് ചെയ്ത് പോകുമോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളത് സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു ചെറിയ വിഷയം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. വേനൽക്കാലം കഴിഞ്ഞു, ഭാഗ്യവശാൽ ഈ ദിവസങ്ങളിൽ നല്ല മഴ പെയ്തു. കഴിഞ്ഞ വർഷം ഇടമഴ പെയ്തുവെങ്കിലും ഒരു ഫെബ്രുവരി മാസം മുതൽ ചൂടുണ്ടായിരുന്നു. ഒരുവിധം ഇൻടോളറബിളായിട്ടുള്ള ചൂട് അത് ജൂൺ വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഈ വർഷം നേരെ മറിച്ച് ഇടമഴകൾ അത്രത്തോളം പെയ്തില്ലെങ്കിലും മാർച്ചിൻ്റെ അവസാനത്തോടെയാണ് ചൂട് കഠിനമായത്. ചൂട് കഠിനമായി എന്ന് പറഞ്ഞാൽ അങ്ങ് അതികഠിനമായി. നമ്മൾ തെർമോമീറ്ററിൽ കാണുന്നൊരു ചൂടല്ല ആളുകൾക്ക് അനുഭവപ്പെട്ടത്. അതിഭീകരമായിട്ടുള്ള ചൂടാണ്. മഴ പെയ്തു തുടങ്ങിയപ്പം പെരുമഴയോടെ അത് ആരംഭിക്കുകയും ചെയ്തു. പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ തണുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മാസക്കാലം ഇലക്ട്രിസിറ്റി കൺസംഷൻ വല്ലാതെ കൂടി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എല്ലാവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഇലക്ട്രിസിറ്റി ബില്ലൊന്നും ഒരിക്കലും താഴോട്ട് പോകാൻ ഇത് മേലോട്ട് മാത്രമേ ഇങ്ങനെ പോകാറുള്ളൂ. നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നമുക്കറിയാം, അത് വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. അതായത് പ്രൊഡക്ഷൻ റോ മെറ്റീരിയലിൻ്റെ വില 0ആണ്. വെള്ളമാണ് റോ മെറ്റീരിയൽ, അതിൻ്റെ വില 0ആണ്. നേരെ മറിച്ച് നമ്മൾ ഗ്രിഡിൽ നിന്ന് വാങ്ങുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പിന്നെ കോൾ തെർമൽ പവറാണ് കൂടുതലുള്ളത്. കുറച്ച് ഡീസൽ പവറുണ്ട്, കുറച്ച് ന്യൂക്ലിയർ എനർജി പവറുമുണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് കുറച്ചെണ്ണം ഇന്ത്യയിലുണ്ട്. അതുപോലെ ഈ തെർമൽ പവറുമുണ്ട്. ഇതെല്ലാം ഈ ഹൈഡൽ പവറിനേക്കാളും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പവേഴ്സാണ്. ഹൈഡൽ പവറാണ് സീറോ കോസ്റ്റുള്ള പവർ. അതിൽ മെക്കനൈസേഷൻ്റെ കാര്യങ്ങളുള്ളൂ. ബാക്കി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ കഴിയും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെ പൊതുജനത്തിനാണ് ബഹുഭൂരിപക്ഷം. കാരണം ഇത് ഭൂമിയാണ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടുക്കി ഡാം അത് കെട്ടുന്നതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ്, അതിൽ വനഭൂമിയും കൃഷിഭൂമിയാണ് മുങ്ങിപ്പോയിട്ടുള്ളത്. ഒക്കെ സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ചെറിയ വിലയ്ക്ക് അക്വയർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. മനുഷ്യരുടെ ടാക്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത ഡാമാണ് അവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഗവൺമെൻറ് മുതലാളിയും ബാക്കി ഇതിൻ്റെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ളവർ തൊഴിലാളിയും അല്ലെങ്കിൽ വെറും കൺസ്യൂമറും ആയി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഗവൺമെൻറ് വില നിശ്ചയിക്കും. ഇതെല്ലാം പൊതു ഫണ്ടിൽ നിന്ന് നിർമ്മിക്കപ്പെടുകയും അവസാനം കാലാകാലങ്ങളിൽ വില നിശ്ചയിക്കുകയും അത് കയറി പോവുകയും ചെയ്യും. ഈ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ, ഇതിന് ജീവനക്കാരെന്ന് പറയുന്നവർ ആവശ്യത്തിന് കൃത്യതയോടെയാണോ ജീവനക്കാരുള്ളത്? ആവശ്യത്തിൽ കൂടുതലുണ്ടോ? ഓരോരുത്തരും അർഹിക്കുന്ന ശമ്പളമാണോ വാങ്ങിക്കുന്നത്? ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പൊതുജനമാണ്. ഈ പൊതുജനത്തിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സാലറിയാണോ ഇവർ വാങ്ങുന്നത്? ഈ നമ്മളിൽ നിന്ന് ബില്ലായി വാങ്ങുന്ന പണം എന്തൊക്കെ പർപ്പസിന് ഉപയോഗിക്കുന്നു? ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന വേറൊരു പ്രശ്നം ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ സോളാർ പാനൽ സ്ഥാപിച്ചോളൂ, പിന്നെ എന്നിട്ട് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ഞങ്ങൾക്ക് ഇതാ, അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ഉപയോഗിച്ചോളൂ, അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റിക്ക് റിഡക്ഷൻ തരാം, അല്ലെങ്കിൽ നിങ്ങൾ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ വില കൊടുത്താൽ മതി. ഇത് സാധാരണ ജനം വിശ്വസിച്ചു. പലരും വലിയ തുക മുടക്കി സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് പകൽ സോളാർ എനർജി സപ്ലൈ ചെയ്തു, നോർമലായിട്ട് കൺസ്യൂം ചെയ്തു. ഇപ്പോൾ കേൾക്കുന്നു ഈ സോളാർ എനർജി എന്ന് പറയുന്ന ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിക്ക് 2.5 രൂപയോ മറ്റോ ഒരു ഫിക്സഡ് റേറ്റ് ഇട്ട് ചാർജ് ചെയ്യുകയും അതങ്ങോട്ട് കൊടുക്കും. അതിൻ്റെ വില കഴിഞ്ഞു. പിന്നീട് ഇവർ കൺസ്യൂം ചെയ്തത് 1000 യൂണിറ്റ് ആണെങ്കിൽ ആ 1000 യൂണിറ്റിന് യൂണിറ്റ് 1 മുതൽ സ്ലാബ് കണക്കാക്കി വിലയിടുകയും അവസാനത്തെ സ്ലാബുകളിൽ വരുന്ന ഇലക്ട്രിസിറ്റിക്ക് യൂണിറ്റിന് 10 രൂപ വരെ വില വരികയും ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു അദാനി കളിക്കുകയാണ്, തനി മുതലാളി. അങ്ങോട്ടെടുക്കുമ്പം മുതലാളി തീരുമാനിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്.
മറ്റേ ഈ കൊടുക്കുന്നവൻ ഇക്കാര്യത്തിൽ യാതൊരു വോയിസും ഇല്ല. ശരിക്കും അവർ ചെയ്യേണ്ടത്, നമ്മൾ 250 യൂണിറ്റ് സോളാർ എനർജി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം 1000 യൂണിറ്റ് കൺസംഷനിൽ നിന്ന് ആദ്യം 250 കൊണ്ട് തട്ടിക്കഴിക്കണം. ബാക്കി 750 യൂണിറ്റിനാണ് വിലയിടേണ്ടത് 1 മുതൽ. അങ്ങനെ വരുമ്പോൾ ഹയർ സ്ലാബുകളിലേക്ക് ഇതെത്തില്ല. അപ്പോൾ ഇത്തരം ചതി കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇവിടെ എല്ലാവരും ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന KSRTC എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് പൊളിയണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്രിമ്മിൽ നിൽക്കാനുള്ള ഒരു കാരണം, അതിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള സ്ഥിതി പോലും ഇന്ന് KSRTCക്ക് ഇല്ല എന്ന് പറയും. എങ്ങനെയായി നിലയിലെത്തിയതെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈവറ്റ് ബസ്സുകളും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സിന് ശരാശരി ജീവനക്കാർ 3 പേരാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു KSRTC ബസ്സിന് ശരാശരി ജീവനക്കാരുടെ എണ്ണം 13. അപ്പോൾ അതിന് പറയാനുള്ളൊരു ന്യായം, KSRTCയുടെ മെയിൻ്റനൻസും കൂടി KSRTC ആണ് ചെയ്യുന്നത്. നേരെ മറിച്ച് പ്രൈവറ്റ് ബസ്സുകളുടെ മെയിൻ്റനൻസുകൾ അവർ വേറെ വർക്ക്ഷോപ്പുകൾ കൊടുത്താൽ ചെയ്യുന്നത്. മെയിൻ്റനൻസ് സ്റ്റാഫ് ഇതിൽ പെടുന്നില്ല എന്നായിരിക്കും അവർക്ക് പറയാനുള്ളൊരു ന്യായം. ഓക്കെ, ഒരു 2 പേരെ മെയിൻ്റനൻസ് സ്റ്റാഫാക്കി നിങ്ങൾ കൂട്ടുക. അങ്ങനെയാണ് 3 × 5. അതിനപ്പുറത്തേക്ക് 13 സ്റ്റാഫ് എന്തിനാണ്? അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു ബസ്സിന് 7 സ്റ്റാഫ് എക്സസ്. 10,000 ബസ് ഉണ്ടെങ്കിൽ സ്റ്റാഫ് എത്രയായി എക്സസ്? ഇങ്ങനെയല്ല ഈ കോർപ്പറേഷൻ മുടിഞ്ഞു പോയത്. നമ്മൾ ടെലിഫോണിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പണ്ട് BSNL കൊടുത്തിരുന്ന ബില്ല് എത്രയാണ്? ഇന്നൊരു പ്രൈവറ്റൈസേഷൻ വന്നു. നമ്മൾ മോദിനെയും അദാനിനെയും അംബാനിനെയും ഒക്കെ ചീത്ത വിളിക്കും. നിങ്ങൾ ടെലിഫോൺ ബില്ല് ഇപ്പോൾ എത്രയാണ്? എൻ്റെ ടെലിഫോണിലിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 2.5 GB നെറ്റ്, അൺലിമിറ്റഡ് നമ്പർ ഓഫ് കോൾസ്. ഒരു വർഷത്തേക്ക് എനിക്ക് ചാർജ് വരുന്നത് 2,999 രൂപയാണ്. എനിക്ക് ആവശ്യത്തിനും അതിനധികവും അത് മതി. ഏത് കാട്ടുമുക്കിലും ഈ കോൾ കിട്ടും. BSNLൻ്റെ സ്ഥിതി എന്താണ്? നമ്മൾ പണ്ട് ഒരു ടെലിഫോണിന്, വീട്ടിൽ വെച്ചിരുന്ന ടെലിഫോണിന് കൊടുത്തിരുന്ന ചാർജ് എത്രയായിരുന്നു? അത് പകുതി ദിവസം വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴും BSNL കണക്ഷൻ്റെ സ്ഥിതി എന്താണ്? റേറ്റ് എത്രയോ കൂടുതലാണ്, പകുതി സ്ഥലത്ത് കിട്ടത്തുമില്ല. അപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ മുഴുവൻ ഈ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത കൊണ്ടും രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടും നശിച്ചു പോവുകയും അത് മുഴുവൻ പ്രൈവറ്റൈസേഷനിൽ വരികയും പ്രൈവറ്റൈസേഷൻ കൂടുതൽ കമ്പീറ്റൻ്റ് ആണെന്ന് തെളിയിക്കുകയും അത് ആളുകൾക്ക് കൂടുതൽ ആക്സെപ്റ്റബിളായി തീരുകയും ചെയ്യുന്ന ഒരു ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കുക. KSRTC അനിവാര്യമായ തകർച്ചയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് ഈ ഗവൺമെൻറ് അവസാനത്തിന് മുമ്പ് തന്നെ മിക്കവാറും അത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടും. ഇനി ഇലക്ട്രിസിറ്റി ബോർഡും ഏതാണ്ട് ഈ നിലയിലേക്കാണ് പോകുന്നത്. ഇത്തരം കുത്തിപ്പിഴിച്ചിൽ കൊണ്ട് ഇത് ആൻറ്റി സോഷ്യലായി മാറുകയും അങ്ങനെ പൊതുജനം തന്നെ ഇത് പ്രൈവറ്റൈസ് ചെയ്ത് പോകുമോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളത് ഇത് കൊണ്ടു നടക്കുന്നവർ തിരിച്ചറിയുന്നത് നല്ലതാണെന്നും ഒരുപാട് പേർക്കത് ദ്രോഹമായി തീരുമെന്നും തിരിച്ചറിയുന്നത് നല്ലതാണ്. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.